തമ്പുരാനിൽ നിന്നും അരിപ്പവും കുഴപ്പവും അട്ടമാലിയാകുന്ന മഹാമന്ത്രങ്ങൾ ചോദിക്കുകയും എന്നാൽ തമ്പുരാന്റെ കയ്യിൽ അതില്ലാത്തതിനാൽ തന്റെ പിതാവായ ശ്രീ മഹാദേവൻ തിരുവടിയോട് ചോദിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് വയനാട്ടുകളവൻ മാനും മാൻപോലും തീരും തേൻകുറ്റിയുമായി ശ്രീ മഹാദേവൻ ഉള്ളിടത്ത് ചെന്ന് പ്രസ്തുത മന്ത്രം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആദ്യം മഹാദേവൻ വിസമ്മതിക്കുകയും പിന്നീട് അത് നൽകുകയും ചെയ്തു. മന്ത്രം വലത്തെ കർണത്തിൽ ഉപദേശിക്കുന്ന സമയത്ത് വലത്തെ കർണം, ഇടത്തെ കർണത്തിൽ ഉപദേശിക്കുന്ന നേരത്ത് ഇടത്തെ കർണം പൊട്ടിച്ചു. അവസരത്തിൽ വയനാട്ടുകാരൻ കൺകണ്ടു പോകാൻ കണ്ണും നിന്ദിച്ചു പോകാൻ നിന്ദിച്ചുട്ടും തരണമെന്ന് പറയുകയും അതിന്റെ ഫലമായി ശ്രീ മഹാദേവൻ ഏഴുകളും ദീപസപ്പോലെടുത്ത് തെളുത്തനെ കത്തിക്കുകയും ചെയ്തു. ഈ ചൂട്ടുകെട്ട് പോയാൽ പിതാവിനോട് ചോദിച്ചു, നേരത്തെ ഈ ചൂട്ടുകെട്ട് പോയാൽ കൊച്ചോടതല്ലേ ചൂട്ടുകെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഓരയുന്ന നിലത്തിലൂടെ പോകുന്ന നേരം ചൂട്ടുകെട്ട് പോവുകയും കൊച്ചോടതല്ലേ ചൂട്ടുകെട്ടുകയും അവിടുന്ന് ഒരിടവഴിയിലൂടെ പോകുമ്പോൾ ചൂട്ടുകെട്ട് പോവുകയും ഈ സമയം അർത്ഥനിഷ്ടപ്പെട്ട് ചൂട്ട് വലിച്ചെറിയുന്നാൽ ഒരേ കുലപർവ്വതത്തിലേക്ക്, കണ്ണു വലിച്ചെറിയുന്നാൽ കണ്ണും ചൂട്ടും രണ്ടും പോയിച്ചെറിയുന്നല്ലോ ആദിപറമ്പൻ കണ്ണന്റെയും നടന്നത്. ഈ സമയം ആദിപറമ്പൻ കണ്ണന് അശരീരി ഉണ്ടാവുകയും കണ്ണും ചൂട്ടുമെടുത്ത ഗംഗാശീലം അടിച്ചു തെളിച്ച് ശുദ്ധിവരുത്തി ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് മുതൽക്കാണ് ഇത്തരത്തിന്റെയും കഷ്ടപ്പെടുന്നവന്റെയും ആദ്യം മുതൽ പരവേദിയായി വയനാട്ടുകുലവൻ ഈ മധ്യസന്നിധിയിലെ തെയ്യം കെട്ട് മഹോത്സവത്തിലേക്ക് എത്തിച്ചിരുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വയനാട്ടുകുലവൻ പീഠം കയറിയതിനു ശേഷം നാലുപാടും തിരുത്തനെ മിന്നേറ്റ് ചൂട്ട് പ്രകാശിച്ചതിനു ശേഷം തറവാട്ട് സന്നദ്ധിയിലായിരിക്കും ചൂടപ്പിക്കൽ ചടങ്ങ് എന്നുള്ള കാര്യത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി പിന്നെ പണിയായി.